കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇത്രയും നല്ലൊരു ലോങ് വീഡിയോ ഇടുന്നത്. ഇത് ഞാൻ ഇന്ന് ഉദ്ദേശിച്ചെടുത്ത വീഡിയോ ഒന്നും അല്ല. ഇന്ന് കുറേ താമസിച്ചാണ് എഴുന്നേറ്റത്. അങ്ങനെ ചായ കുടിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ ആലോചിച്ചു ഇന്നൊരു വ്ളോഗ് എടുത്താലോ എന്ന്. ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് 7:45 കിച്ചണിൽ കയറുന്നത്. അപ്പോൾ കിച്ചണിൽ കയറി ചായ കുടിച്ചു, മീനെടുത്ത് വെള്ളത്തിലിട്ടു, അത്രയൊക്കെ പണിയായി ചെയ്തിട്ടുള്ളൂ. ഞാൻ ഈ കിച്ചണിൽ രണ്ട് എന്താ പറയുക സ്ലാവായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാൻ തേങ്ങ തിരുങ്ങാൻ വേണ്ടി മാത്രമേ ഞാൻ അവിടെ യൂസ് ചെയ്യാറുള്ളൂ. ഞാനല്ലാതെ അവിടെ ഇരുന്ന് അരിയോ അല്ലെങ്കിൽ മറ്റപ്പത്തിന് എന്തെങ്കിലും ആക്കുമോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് എല്ലാവർക്കും പനിയാണ്, അതാണ് ഇന്ന് താമസിച്ചത്. അപ്പോൾ പനി ആയതുകൊണ്ട് കഞ്ഞിയാക്കാമെന്ന് കരുതി. അപ്പോൾ തലേന്നത്തെ ചോറ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എളുപ്പത്തിൽ പെട്ടെന്ന് 2 വിസിൽ കൊടുത്ത് കഞ്ഞിയാക്കി എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ആക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത്, ഞാൻ ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പോൾ എത്ര പെട്ടെന്ന് എളുപ്പത്തിൽ എങ്ങനെയാണ് ഞാൻ എൻ്റെ ജോലി തീർക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ കയറിയപ്പോൾ തന്നെ സമയം 7:45 കേട്ടോ. അപ്പം ഞാൻ ചോറ് വെള്ളത്തിലിട്ട് വെച്ചു. അത് കഴുകി എടുത്ത പാത്രം ആ സ്പോട്ടിൽ തന്നെ കഴുകി. അതുപോലെ തന്നെ എൻ്റെ ഇടയ്ക്കൂടെ ഞാൻ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പഴയ പാലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് തൈരാക്കാനായിട്ട് ഞാൻ എടുത്തു. അപ്പോൾ അത് തിളപ്പിക്കാനായിട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുക്കുന്ന കാര്യങ്ങൾ ആ സ്പോട്ടിൽ തന്നെ കഴുകി അങ്ങ് മാറ്റും. അപ്പോൾ പിന്നെ പാത്രം കഴുകാനായിട്ട് കാണത്തില്ല, ജോലി ഒതുങ്ങുകയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് നമുക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യാം. അല്ലാതെ ജോലി ഒതുങ്ങിയതിന് ശേഷം പാത്രം കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ അത് കുന്നുകൂട്ടി പാത്രം കാണും. സോ അത് ഞാൻ അടുപ്പിലിട്ട് വെക്കുന്ന ടൈമിൽ തന്നെ പെട്ടെന്ന് കുപ്പിയും കഴുകി അങ്ങ് മാറ്റും. അപ്പോൾ അതിൻ്റെ കൂടെ പാല് തിളയ്ക്കുകയും ചെയ്യും, അവിടെ അങ്ങ് നീറ്റാവുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, പാട തട്ടാതെ ഇളക്കി കൊടുക്കണം, എങ്കിലേ നമുക്ക് കട്ടിയായിട്ടുള്ള തൈര് കിട്ടുകയുള്ളൂ. അപ്പോൾ നല്ല പനിയുണ്ട്, എല്ലാവർക്കും പനിയാണ്, അതുകൊണ്ടാണ് കഞ്ഞിയാക്കാമെന്ന് എഴുതി. അപ്പോൾ പിന്നെ തേങ്ങ ഞാൻ പൊട്ടിക്കുന്നത് എന്തിനൊക്കെ നമുക്ക് ഏതൊക്കെ കറികളാണ് നമ്മളിന്ന് വെക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളൊരു പ്ലാനിങ് നമുക്കുണ്ടായിരിക്കും. അപ്പോൾ എന്തിനൊക്കെ നമുക്ക് തേങ്ങ വേണം എന്ന് നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് തിരുങ്ങാൻ പറ്റും. ഒരുമിച്ച് തിരിഞ്ഞാൽ അത്രയും പണി അവിടെ ലാഭമാവും. അപ്പോൾ നെക്സ്റ്റ് പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ തിരുങ്ങലാണ്. തേങ്ങ തിരുങ്ങുന്നത് ഏതൊക്കെ കറികളുണ്ടോ അതിനെല്ലാത്തിനും കൂടെ വേണ്ടിയിട്ടാണ് തേങ്ങ തിരുങ്ങുന്നത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു പ്ലാനിങ്ങിനോട് കൂടെ തന്നെയായിരിക്കും ഞാൻ ഏതൊരു കാര്യവും ചെയ്യുന്നത്. അപ്പം നമുക്കത് പെട്ടെന്ന് തീരുകയും ചെയ്യും, ജോലി എളുപ്പമാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുമിച്ച് തേങ്ങ അരച്ച് ഒരു പ്ലാനിങ്ങിനോട് കൂടി തന്നെ എന്തൊക്കെ കറികളാക്കണം എന്നുള്ളത് തീരുമാനിച്ച് ഒരുമിച്ച് തേങ്ങ അരച്ച് ഒരുമിച്ച് അത് അരച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ട് കട്ടിങ് വന്നാൽ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഇല്ലാതാവും. നമുക്ക് എളുപ്പത്തിൽ ജോലി ഒതുങ്ങും. കറണ്ട് പോയാലും കുഴപ്പമില്ല. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, പെട്ടെന്ന് നമുക്ക് ജോലി ഒതുങ്ങി കിട്ടും കേട്ടോ. ഓരോന്നിനും തേങ്ങ തിരുങ്ങാൻ നിൽക്കാതെ ഒരുമിച്ച് ഇങ്ങനെ അരച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 9 മണി 9:30 ആകുമ്പോഴത്തേക്ക് കിച്ചണിൽ നിന്നും ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഞാൻ തേങ്ങാപ്പാലാണ് ആക്കിയെടുത്തത്. തേങ്ങാപ്പാലാക്കിയെടുത്തത് കഞ്ഞിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഇനി ചമ്മന്തി ആക്കണം, അതുപോലെ തന്നെ തൈരാക്കണം, അതായത് പുളിശ്ശേരി ആക്കണം, പിന്നെ ഒരു തോരൻ. അതിന് വേണ്ടിയിട്ടാണ്, ഇത്രയും ഐറ്റംസിന് വേണ്ടിയിട്ടാണ് ഞാൻ തേങ്ങ തിരിങ്ങിയത്. അതുപോലെ പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളി തൊലിക്കുമ്പോഴാണെങ്കിലും നമ്മൾ പച്ചക്കറി അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾ മാക്സിമം താഴെ അത് തൊലിച്ചിടാതിരിക്കുക, അതിൻ്റെ വേസ്റ്റ് ഇടാതിരിക്കുക. ഒരു പാത്രം എടുത്ത് വെച്ച് അതിൻ്റെ വേസ്റ്റ് ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാനും എളുപ്പമാവും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്, അതെനിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ തോരന് വേണ്ടിയിട്ടാണ് കേട്ടോ, ചീരത്തോരന് വേണ്ടിയിട്ടാണ്. ചീര ഉമ്മിച്ച് അരിയുന്നുണ്ട്. ആ ടൈമിൽ ചീരയ്ക്ക് വേണ്ടിയിട്ടുള്ള കൂട്ട് നമ്മൾ ആക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ചീര അരിഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് അടുപ്പിൽ കയറ്റാമല്ലോ. അപ്പോൾ പെട്ടെന്ന് അതും ആവും. അപ്പോൾ ചീരയ്ക്ക് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടിയും. എനിക്ക് അധികം ചീരയ്ക്ക് മസാല ചേർക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് പച്ചമുളകും കൊച്ചുള്ളിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർക്കുന്നതാണ് കൂടുതലിഷ്ടം. അതിൽ ഒരുപാട് മസാല ചെറിയ ജീരകം വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നവരുണ്ട്.
പക്ഷേ എനിക്കതൊന്നും ഇല്ലാതെ ഇങ്ങനെ അരച്ചെടുത്ത് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. പിന്നീട് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിശ്ശേരിക്ക് അരയ്ക്കുക എന്നുള്ളതാണ്. എൻ്റെ കൈ തെറ്റി ഇങ്ങ് താഴെ പോയി കേട്ടോ. പുളിശ്ശേരിക്ക് അരയ്ക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പരിപാടി. അത് ഇതുപോലെ ഈ പറഞ്ഞ പോലെ ചെറിയ ജീരകം, അതുപോലെ തന്നെ ചെറിയ വെളുത്തുള്ളി, പിന്നെ ഒരു സ്വല്പം നമ്മുടെ ഉലുവാപ്പൊടി ചേർത്ത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചതാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ മറ്റേ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ നല്ല കട്ടി തൈര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഉറയാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് ഇടയ്ക്കൂടെ ഇളക്കുന്നത് ഇതിൻ്റെ പുറത്തൊരു പാട തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ മുളക് കറിക്കുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ അതൊന്ന് കുതിർന്ന് വരുമല്ലോ. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചമ്മന്തി അരയ്ക്കുക എന്നുള്ളതാണ്. ചമ്മന്തി അരയ്ക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ സാധാരണ ചമ്മന്തിക്ക് ഇടുന്ന പോലെ തന്നെ കൊച്ചുള്ളി, പച്ചമുളക്, പുളി, അതുപോലെ തന്നെ ഇഞ്ചി ഇത്രയായിട്ട് ഇട്ട് ഒരു സ്വല്പം മുളക് പൊടി ചേർത്ത് അരയ്ക്കും. അരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യും കേട്ടോ. വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടാണ് ഞാൻ അരയ്ക്കുന്നത്. അപ്പം നല്ല ഫൈനായിട്ട് അരഞ്ഞ് വരികയും ചെയ്യും. കല്ലിൽ അരച്ച പോലെ തന്നെ നല്ല ഫൈനായിട്ട് ഇത് അരഞ്ഞ് കിട്ടുകയും ചെയ്യും. അതിനാണ് ഞാൻ സ്വല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് അറിയാൻ പറ്റും, അരഞ്ഞു വന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് നമ്മൾ ആ ചമ്മന്തി കയ്യിലെടുത്ത് നമുക്ക് കല്ലിൽ അരച്ച പോലെ നമുക്കത് റൗണ്ട് ചെയ്യാൻ പറ്റും. നല്ല ഉണ്ട പോലെ ആക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചമ്മന്തി അരയ്ക്കാൻ എടുക്കുമ്പോൾ അതിനകത്ത് ഒരു സ്പൂൺ എന്ത് ഒഴിച്ച് കൊടുക്കുക, നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. സമയം അധികം ആയിട്ടില്ല കേട്ടോ. പിള്ളേർ എഴുന്നേറ്റിട്ട് പോലും ഇല്ല. അപ്പോഴത്തേന് ഇത്രയായി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ അവർ വരുമ്പോഴത്തേക്ക് അവർക്കുള്ള പാലാക്കണം. ഒരാൾക്കുള്ള ചായ ഇരിപ്പുണ്ട്. അപ്പോൾ കണ്ടോ, നല്ല ഫൈനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡി. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ പെട്ടെന്ന് ജോലികൾ ഒതുക്കുന്നത്. ഇനി ആ കൂട്ടത്തിൽ തന്നെ അത്രയും ഒഴിഞ്ഞല്ലോ, ഇനി അത്രയും അങ്ങ് ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തെ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ പിന്നെ ആ സ്ലാവിൽ ഞാൻ മറ്റൊന്നും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഞാൻ ഇപ്പുറത്ത് തന്നെ എനിക്കൊരു കുറച്ച് ഏരിയ മതി, കൊച്ചു സ്ഥലം മതി. എനിക്ക് നല്ല രീതിയിൽ പണിയാൻ പറ്റും, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. നമ്മൾ ഈ വാരി വലിച്ചിട്ട് ജോലി ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് അത് കഴിയാത്തത്. കണ്ടോ, അവിടെ ഒരു കുഴപ്പമില്ല, നമുക്കത് വൃത്തിയാക്കേണ്ട കാര്യമില്ല. തേങ്ങ തിരിഞ്ഞ് അത്രയും ഭാഗം വൃത്തിയാക്കി കഴിയുകയും ചെയ്തു. നെക്സ്റ്റ് പരിപാടി ഇതെല്ലാം ഇനി പ്രിപ്പയർ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോഴത്തേന് 2 പാത്രം അടുപ്പിലേക്ക് വെച്ചു. ഒരെണ്ണം പുളിശ്ശേരിക്കും ഒരെണ്ണം തോരനും. അപ്പോഴത്തേനും ഉമ്മച്ച അരിഞ്ഞുകൊണ്ട് വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തണ്ടങ്ങ് ഒന്നിച്ചിരി വേവിച്ചെടുക്കും. അതാകുമ്പം തണ്ട് വേവാനല്ലേ പാട്. ഞാൻ തണ്ട് കുറച്ചങ്ങ് വേവിച്ചെടുത്തപ്പോൾ ഇപ്പുറത്തൂടെ അതിൻ്റെ കൂടെ പുളിശ്ശേരിയും കൂടെ ആക്കുകയാണ്. അപ്പോൾ 2 കറിയും ഒരുമിച്ചാവും. നമ്മൾ ഒരുമിച്ച് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ എല്ലാം ചെയ്തു വെച്ചത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പുളിശ്ശേരിയുടെ കൂട്ടൊഴിച്ച് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ ചീരയും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ജോലികൾ ഞാൻ എളുപ്പത്തിലാക്കുന്നതും പെട്ടെന്ന് തീർക്കുന്നതും. എനിക്ക് കുറേ നേരം കിച്ചണിൽ നിൽക്കുന്ന കാര്യം ഇഷ്ടമല്ല. പക്ഷേ എന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയോടും നീറ്റോടും കൂടി ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ തന്നെ എനിക്ക് എങ്ങനെയും എളുപ്പത്തിൽ ചെയ്ത് വെച്ചിട്ട് പോവുക എന്നുള്ളതിനോടും താല്പര്യമില്ല. കഴിക്കുന്നവർക്ക് അത് ഇഷ്ടപ്പെടണം, അതിനോടൊരു പ്രിയം തോന്നണം. അത്ര നല്ല കുക്കല്ല എങ്കിൽ പോലും മറ്റുള്ളവരുടെ ടേസ്റ്റ് അറിഞ്ഞ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആവുന്നുണ്ട് കുറേയൊക്കെ. അപ്പോൾ നമ്മുടെ ചീരത്തോരനും റെഡി, നമ്മുടെ പുളിശ്ശേരിയും റെഡി. അപ്പോൾ 2 കൂട്ട് റെഡിയായി. ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റായി, കഞ്ഞിയായി, തേങ്ങാപ്പാലായി, ചമ്മന്തിയായി, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചീരയായി. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ പാല് കാച്ചാൻ വെച്ചു കേട്ടോ. മക്കൾ ഉണർന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് ചായ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ കുറച്ച് താമസിച്ച് ഉറങ്ങിയത് കൊണ്ട്, അതായത് താമസിച്ച് ഉറങ്ങി വെളുപ്പിനെ എഴുന്നേറ്റിട്ട് വീണ്ടും കിടന്നു. അപ്പം നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. പുള്ളി താമസിച്ചാണ് എഴുന്നേറ്റ് വന്നത്. അപ്പോൾ നോക്കുമ്പോൾ മക്കളും വെളിയിൽ നിന്ന് മാങ്ങ കിട്ടിയപ്പോൾ അത് ഉടനെ പൂളി കൊടുക്കണമെന്ന് കരുതി അങ്ങനെ പൂളി കൊടുത്തതാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മാങ്ങ ആണ്.
അങ്ങനെ അതിൻ്റെ ഇടയ്ക്കൂടെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞു. പിന്നെ മക്കൾക്കുള്ള ചായ ആക്കാൻ വെച്ചു, ഇക്കാക്കുള്ള ചായ എനിക്ക് കൊടുത്തു. പിന്നെ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് കറിയാണ്. സാധാരണ ഞാൻ മുളക് കറി ഇതുപോലെ മുളകൊന്ന് ചൂടാക്കി ഞാൻ അരച്ചു എടുക്കാറുണ്ട്. ഇതുപോലെ തന്നെ ചട്ടിയിലിട്ട് മൂപ്പിച്ച് ഉടനെ അതിലേക്ക് വെള്ളം ഒഴിച്ച് ആക്കാറുമുണ്ട്. പിന്നെ ഈ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ പുളി മുമ്പേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ കുതിർക്കാനുള്ളത്, അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് നമ്മൾ ഈ പൊടിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ വളരെയധികം തിക്നെസ്സായിട്ട് നമുക്ക് നമ്മുടെ കറി കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ചെയ്യാറ്, തിക്കായിട്ട് കറി ഇരിക്കുകയും ചെയ്യും, ലൂസായി പോത്തുമില്ല, ഒരുപാട് തിക്കും ആവത്തില്ല, എന്നാൽ നല്ല രീതിയിൽ ഇരിക്കുകയും ചെയ്യും. പിന്നെ അതിലേക്ക് കറി തിളയ്ക്കുന്ന ടൈമിലാണ് ഞാൻ മീൻ വെട്ടുന്നത്. അപ്പോൾ കറി തിളച്ച് വരികയും ചെയ്യും, അപ്പോഴത്തേനും മീൻ വെട്ടി ക്ലീൻ ചെയ്ത് നമുക്ക് ഇടുകയും ചെയ്യും. ഈ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ആകുമ്പം നമുക്ക് കറി തിളച്ചതിന് ശേഷം ഇട്ടാൽ മതി. പിന്നെ ഞാൻ അധികം ഇളക്കാറില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൂടെ വാപ്ചക്ക് കടയിൽ കൊണ്ടുപോകാനായിട്ട് കട്ടൻ ചായ ഇടുകയാണ്. കടയിൽ കൊണ്ടുപോകും, ഒരു കടയിലാണ് വാപ്ച, അപ്പോൾ ആ കടയിൽ കൊണ്ടുപോകാനായിട്ട് കട്ടൻ ചായ ഇട്ടു. പിന്നീട് ഞാൻ പോയി ഫ്രഷായി റെഡിയായി വന്നു. അതിനു മുമ്പ് വാപ്ചാക്ക് ഉള്ള കഞ്ഞി എടുത്ത് വെച്ചിട്ടാണ് ഞാൻ പോയി റെഡിയായിട്ട് വന്നിട്ട് എനിക്കുള്ള കഞ്ഞി എടുക്കുകയാണ് കേട്ടോ. നമ്മൾ അരച്ച ചമ്മന്തിയും ചീരത്തോരനും അതുപോലെ നമ്മുടെ വീട്ടിലെ മാങ്ങാച്ചാറും ഒക്കെ കൂട്ടി കുറച്ച് കഞ്ഞിയും കുടിച്ചു. ഇനി നേരെ ക്ലാസ്സിലോട്ട് ഓടണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടമാണ്. ഇപ്പോൾ സമയം അധികം ആയിട്ടില്ല, 9 മണി 9:15 ആയിട്ടേ ഉള്ളൂ. ആ ടൈം ആയപ്പോഴത്തേക്കും ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഷെൽഫ് കണ്ടിട്ട് അന്തം വേണ്ട. ഞാനിത് നമ്മുടെ മീഷോയിൽ നിന്ന് വാങ്ങിച്ചാൽ വളരെയധികം ഹെൽപ്ഫുള്ളാണ് എനിക്ക് കേട്ടോ. കാരണം ഞാൻ ഒരു സെക്ഷനിൽ എൻ്റെ ഷോളെല്ലാം കൂടെ അടുക്കി വെച്ചേക്കുക, ഒരു സെക്ഷൻ എൻ്റെ ടോപ്പ് പാൻറ്റ്, അങ്ങനെ ഒരു സെക്ഷൻ ഞാൻ പുറത്തിടുന്ന ഡ്രസ്സുകൾ. ഇതാകുമ്പോൾ എനിക്കിങ്ങനെ ഈ 2 പാക്കറ്റ് മാത്രം എടുത്താൽ മതി, ഡ്രസ്സൊന്നും താഴോട്ട് പോകത്തില്ല. മറ്റേ ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ ബാക്കിയെല്ലാം കൂടെ താഴോട്ട് പോകുമായിരുന്നു. പക്ഷേ ഇതെനിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അങ്ങനെ റെഡിയായിട്ട് ഞാൻ പോകാനായിട്ട് പോവാണ്. കയ്യിൽ ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട്, കാരണം അത്ര പൊരിഞ്ഞ വെയിലെന്ന് പറഞ്ഞാലും പോരാ, പൊരിഞ്ഞ വെയിലാണ്. എൻ്റെ മുഖം ഫുള്ള് ടാൻ അടിച്ചിട്ടുണ്ട്, കാരണം അത്ര നല്ല വെയിലാണ് ഹൈവേയിൽ. ടാൻ അടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല കുരു വന്നിട്ടുണ്ട്. എൻ്റെ മുഖം ഇത്ര കുരുവൊന്നും ഇല്ലായിരുന്നു, നല്ല കുരു വന്നിട്ടുണ്ട്. ഞാനപ്പം മാസ്ക് ഇടുന്നുണ്ട്, അതിൻ്റെ കൂടെ ഗ്ലൗസ് ഇടുന്നുണ്ട്. അങ്ങനെ ഞാൻ പോകാനായിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ സ്വന്തം വാഹനത്തിൽ ഞാനങ്ങനെ ക്ലാസ്സിന് പോകാനായിട്ട് ഇറങ്ങുകയാണ്. പോയിട്ട് ക്രോസ് അടവാണെങ്കിൽ കുറച്ച് താമസിച്ചു പോകും, പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്കാണ് തിരിച്ചു വരും കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോ ദിവസം. അപ്പോൾ പെട്രോൾ കിടന്ന് പടപടാ അടിക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് പെട്രോൾ അടിക്കണം, അതുപോലെ തന്നെ സാറിന് ഫീസ് കൊടുക്കണം, ടൈപ്പിൻ്റെ ഫീസ് കൊടുക്കണം. അപ്പോൾ അതിനുള്ള ഫീസ് എടുക്കണം. അങ്ങനെ ATMലെത്തി, ആളുണ്ട്. അപ്പോൾ ഞാൻ വെളിയിലൊന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ അവിടുന്ന് വന്ന് പെട്രോൾ അടിച്ചു. ഞാൻ അങ്ങനെ ക്ലാസ്സിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിലോട്ട് കയറുകയാണ് കേട്ടോ. 3ാമത്തെ നിലയിലാണ് ക്ലാസ്. അപ്പോൾ അങ്ങനെ പതിയെ ഇങ്ങനെ സ്റ്റെപ്പ് എണ്ണിയും ഓരോന്ന് ആലോചിച്ചും അങ്ങ് കയറുമ്പോഴത്തേക്കും 3ാമത്തെ നില പെട്ടെന്ന് എത്തും. എക്സാം ആയതുകൊണ്ട് പിള്ളേരെല്ലാം വന്നിട്ടുണ്ട്. ടൈപ്പ് റൈറ്റർ കിട്ടത്തില്ല. ഇംഗ്ലീഷ് മലയാളമാണ് ഞാൻ ചെയ്യാറ്, മലയാളം ലോവറും ഇംഗ്ലീഷ് ഹയറും. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് മലയാളത്തിൽ മാത്രമേ ഇരിക്കുന്നുള്ളൂ, കാരണം എനിക്ക് ഇംഗ്ലീഷ് ചെയ്യാനുള്ള ടൈപ്പ് റൈറ്റർ കിട്ടുന്നില്ല. അപ്പോൾ ഫസ്റ്റ് എക്സാം ഏതായാലും മലയാളമാണ്. അങ്ങനെ ഞാൻ മലയാളത്തിൽ വന്നിരുന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അടിച്ചിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ വന്നിരുന്നു. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഇപ്പോൾ ഡെയിലി ഞാൻ ഇവിടെ വരുന്നുണ്ട്, കാരണം എക്സാം അടുത്തതുകൊണ്ട്. അപ്പോൾ എക്സാം ഞാനങ്ങനെ സ്പീഡ് കുറച്ച് അടിച്ചു. സ്പീഡ് 2 പേപ്പറിലായിട്ടാണ് നമ്മൾ 2 പാരഗ്രാഫ് 10 മിനിറ്റ് കൊണ്ട് അടിക്കണം. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ മലയാളത്തിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്തു. അങ്ങനെ ഞാനത് പിൻ ചെയ്ത്, സാറില്ലാത്ത ടൈമിൽ നമ്മൾ പിൻ ചെയ്ത് പേര് എഴുതി തന്നെ അവിടെ വെച്ചിരിക്കണം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നേരത്തെയൊക്കെ ഞാൻ ടൈപ്പിന് പോയിട്ട് PSCയുടെ ക്ലാസ്സിന് പോകുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ ഒരു ടൈമില്ല, കാരണം ഞാൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഈ അവധി ആയതുകൊണ്ട് പിള്ളേർക്കൊക്കെ നേരത്തെ ക്ലാസ് എടുക്കുന്നുണ്ട്. അതുകൂടാതെ അവധിയായതുകൊണ്ട് എൻ്റെ 2 മക്കളും വീട്ടിലുണ്ട്.
അപ്പോൾ എനിക്കൊരു സന്തോഷം സമാധാനം കാണത്തില്ല. ഇവരെ വീട്ടിൽ നിർത്തിയിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ ഇറങ്ങിപ്പോയിട്ട് വരാൻ എനിക്കൊരു സമാധാനം കാണത്തില്ല. സോ ഞാൻ എന്ത് ചെയ്യും, ടൈപ്പിന് പോയിട്ട് വീട്ടിൽ വരും. വീട്ടിൽ വന്ന് ആദ്യം ചെയ്യുന്നത് ഒന്ന് ഫ്രഷ് ആവുക. എനിക്ക് പുറത്ത് പോയിട്ട് വന്നാൽ എനിക്ക് പറ്റത്തില്ല. എനിക്ക് പെട്ടെന്ന് മുഖം കഴുകണം, അതുപോലെ തന്നെ ഡ്രസ്സ് മാറണം, അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വന്നുകൊണ്ടേ ഞാൻ ചെയ്യുന്നത്, ഞാൻ വെക്കുന്ന സ്ഥലത്ത് എൻ്റെ കണ്ണാടി, വീട്ടിലുപയോഗിക്കാൻ വേറെ പഴയ കണ്ണാടിയാണ്. അപ്പോൾ കണ്ണാടിയും വാച്ചും മാറ്റുക, പിന്നെ നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്യുക. കാരണം ഞാൻ അത്ര വെയിൽ കൊണ്ടിട്ടാണ് വരുന്നത്, അത്ര പൊടിയാണ്, ഹൈവേയിൽ പണി കാരണം, റോഡ് പണി കാരണം. അപ്പം നല്ല രീതിയിലൊന്ന് മുഖം വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് അപ്പോഴത്തേന് നമുക്ക് പകുതി ഒരു ആശ്വാസം വരും. നല്ല രീതിയിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ഒരു മാനസിക സന്തോഷം തന്നെ കിട്ടും മുഖത്ത് കുറച്ച് വെള്ളം വീഴുമ്പോൾ. അപ്പം ഞാൻ പേഴ്സണലി പറയാണ്, ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ ഇതാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്, മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. എനിക്കിതൊട്ടും യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. എനിക്ക് സൺ ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് സൺ ടാൻ അടിക്കുമായിരുന്നു. അതിൽ എൻ്റെ മുഖത്തൊക്കെ കുരു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് തുണി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടായിരുന്നു ഞാൻ പോയിരുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ വിരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും മക്കളുമാർ മാങ്ങ കൊണ്ട് തന്നു. പകുതി മാങ്ങ അവരും ഞാനും കൂടെ മുകളിൽ നിന്ന് കഴിച്ചു, അതിൻ്റെ ബാക്കി പകുതി. അപ്പം നോക്കുമ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ മാമി കുറേ തൈര് തന്നു. അപ്പോൾ ഞാൻ അതവിടെ ഇരിക്കുന്ന കണ്ടുകൊണ്ട് അത് കുപ്പിയിലാക്കി ഉടനെ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി. കാരണം വെളിയിലിരിക്കും തോറും അത് പുളിച്ചുകൊണ്ടേയിരിക്കും. പിന്നീട് വന്ന് ളുഹർ നിസ്കരിച്ചതിന് ശേഷം നല്ല ചൂടോടെ ചോറ് കഴിച്ചു കേട്ടോ. മക്കൾക്ക് വാരിക്കൊടുത്തു, ഞാനും കൂടെ കഴിച്ചു. ഒരു പ്ലേറ്റിൽ തന്നെ ഞങ്ങൾ 3 പേരും കൂടെ കഴിക്കുന്നത്. അങ്ങനെ ചോറും പുളിശ്ശേരിയും മുളകറി ഒഴിച്ച് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൂടെ നമ്മുടെ മാങ്ങാച്ചാർ എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. പിന്നെ രാവിലത്തെ കുറച്ച് ചമ്മന്തി എടുത്തു, അതുപോലെ തന്നെ ചീരത്തോരനും എടുത്തു. പിന്നെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് പുളിശ്ശേരി ആണെങ്കിലും മുളകറി ആണെങ്കിലും പ്രത്യേക ടേസ്റ്റിലിരിക്കും. അത് നന്നായിട്ട് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റായിട്ടിരിക്കും. അങ്ങനെ എൻ്റെ ഒരു ഇളയ മോനുണ്ട്, മീൻ കഴിക്കത്തില്ല. പിന്നെ ഞാൻ വാരി കൊടുക്കുമ്പോൾ അവനറിയാതെ കുറച്ച് മീനങ്ങ് വയറ്റി പോവുമല്ലോ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഒരു പ്ലേറ്റിലാണ് കഴിക്കാറ്. പിന്നെ വന്നിരുന്ന് കുറച്ച് നേരം പഠിക്കാനിരുന്നു കേട്ടോ. തൊഴിൽ വാർത്ത എടുത്തു. ഫസ്റ്റ് തുടങ്ങിയത് കറണ്ട് അഫേഴ്സാണ്. അങ്ങനെ കറണ്ട് അഫേഴ്സ് വായിച്ച് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതിന് മുമ്പ് തന്നെ ഇക്കാക്ക് ചോറ് ഇട്ട് കൊടുത്തു. അങ്ങനെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് വീണ്ടും വന്നിരുന്ന് ഞാൻ വായിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇളയാൾ വന്നു. കറണ്ട് അഫേഴ്സ് തീർന്നിട്ട് ഇളയാളെ അങ്ങ് ഉറക്കി. അതുകൊണ്ടാണ് അയാളെ ഉറക്കി കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടി. അതാണ് റൂമിൽ കുറച്ച് ഇരുട്ട് പോലെ കേട്ടോ. അപ്പം അതിന് ശേഷം എനിക്കൊരു ക്ലാസ്സുണ്ട്, വീട്ടിൽ വരും കുട്ടികൾ, വീട്ടിൽ വന്ന് പഠിക്കുകയാണ്. ഞാൻ ഒരു സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്, ഇൻലൈറ്റ് എന്ന് പറയുന്നൊരു സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. പഠനത്തിന് പിന്നോട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ട്രെയിനിങ് കൊടുത്ത് അവർ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് വരുന്ന രീതിയിൽ നമ്മളാക്കിയെടുക്കും. അപ്പോൾ ആ പിള്ളേർ വരുമ്പോഴത്തേക്ക് കുറച്ച് നേരം ഞാനിരുന്ന് പഠിച്ചു. അതിൻ്റെ കൂടെ മോനും ഉറങ്ങി. പിന്നെ ഒരു സ്വസ്ഥമായിട്ടിരിക്കാമല്ലോ, അങ്ങനെ ഇരുന്ന് മൂത്ത ആളിരുന്ന് TV കാണുകയാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരത്തെ പഠിച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളാണ്. അപ്പോൾ പഠിച്ചു വെക്കുമ്പോൾ ഞാൻ ഈ പോയിന്റുകൾ കാണുമ്പം ഓരോന്ന് എഴുതി വെക്കും. ആ എഴുതി വെക്കുന്നത് ഞാൻ ഒട്ടിക്കാനുള്ള ടൈം കിട്ടിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ അതെടുത്ത് വെച്ച് ഒട്ടിച്ചു. അതാകുമ്പോൾ നമുക്ക് ഒരു സമയം കിട്ടുമ്പം നമുക്ക് വന്നിരുന്ന് ഇത് വായിച്ചാൽ മതി. കുറച്ച് വായിക്കുമ്പം അങ്ങനെ കുറേ പോയിന്റുകൾ കിട്ടുമല്ലോ. ഇത് എൻ്റെ മോൻ്റെ അംഗനവാടിയുള്ള പുസ്തകമാണ്. ആ പുസ്തകം പോലും ഞാൻ കളഞ്ഞിട്ടില്ല. കാരണം ഏതൊരു കാര്യവും യൂസ്ഫുള്ളാക്കി എടുക്കുക എന്നുള്ളതാണ് എൻ്റെ പരിപാടി. അങ്ങനെ വീണ്ടും ഇരുന്ന് അങ്ങനെ വായിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കൊരു ക്ലാസ് എടുത്തതിന് ശേഷമാണ് വീണ്ടും ഇരുന്ന് വായിക്കുന്നത്. വൈകിട്ട് ഇനി ചായ കുടിപ്പുണ്ട് കേട്ടോ. അത് ചായ കുടിപ്പ് എൻ്റെ ഒരു ക്ലാസ് കൂടെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ചായ ഇടാറ്. കാരണം അപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം, എനിക്ക് ചോറ് തിന്ന ഉടനെ പുറമേ എനിക്ക് ചായ കുടിക്കാൻ പറ്റത്തില്ല. പിന്നെ മക്കളുമാർക്ക് ചായയോടും പാലിനോടും അത്ര അത്യാവശ്യമില്ല. അതുകൊണ്ട് അവർക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നെങ്കിൽ അന്നേരം തന്നെ ചായ ഇടും. പിന്നെ ആ ടൈമിൽ ഉണ്ടെങ്കിൽ ആ ടൈമിൽ ചായ ഇടും. പക്ഷേ ഇല്ലാത്തപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്ന് വായിക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യും. പിന്നീട് ഒരു ക്ലാസ് എടുത്തതിന് ശേഷം വൈകുന്നേരത്തെ ചായ കുടിക്കുന്നത്. അങ്ങനെ ഞാൻ വീണ്ടും റിപ്പീറ്റ് കുറേ ആയി വായിച്ചിട്ട്.
നോയമ്പായിട്ട് കുറേയും പഠിക്കാതിരുന്നതും വീണ്ടും ഞാൻ പഠിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ വീണ്ടും വായിക്കണം എന്നുള്ളൊരു തോന്നി തുടങ്ങി. അങ്ങനെ ഞാനും വായിച്ചു തുടങ്ങി കേട്ടോ. ഓരോ പേജും വായിച്ചു തുടങ്ങി. മാക്സിമം ടൈം കിട്ടുമ്പോഴെല്ലാം പുസ്തകം എടുത്ത് വായിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോ ദിവസം. പിന്നെ ഞാൻ ഈ വായിക്കുന്നത് എൻ്റേതായ രീതിയിലുള്ള ഷോർട്ടായിട്ടുള്ള നോട്ട്സുകൾ തയ്യാറാക്കും. അതാകുമ്പോൾ പെട്ടെന്ന് എനിക്ക് വീണ്ടും ഈ പുസ്തകം വായിക്കുമ്പോൾ ചില നേരം നമുക്ക് മനസ്സിലാവത്തില്ല, നമുക്ക് ദേഷ്യം വരും, ഭ്രാന്തെടുക്കും. അപ്പോൾ ഇതാവുമ്പോൾ നമ്മൾ കുറിച്ച് വെച്ചിട്ടുള്ള ചെറിയ പോയിന്റുകൾ വായിച്ചാൽ മതിയല്ലോ. അപ്പോൾ കുറേയൊക്കെ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. ഞാനും പിന്നീട് അങ്ങനെയാണ് ചെയ്യാറ്. കുഞ്ഞു നോട്ട്സ് ആക്കി വെച്ചിട്ട് അതിൽ നിന്ന് തന്നെ പിന്നെ വായിക്കുമ്പോൾ എനിക്കത് വളരെയധികം ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അടുത്ത ക്ലാസ്സിന് ടൈമായി. അത് ഓൺലൈൻ വഴിയായിരുന്നു. അങ്ങനെ ക്ലാസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായ കുടിച്ചു. അപ്പോൾ കുട്ടികൾ വെളിയിൽ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ കൂടെ ഇരുന്ന് അവിടെ കുറച്ച് നേരം ചായ കുടിച്ചതിന് ശേഷം പോയി ബുക്ക് എടുത്തുകൊണ്ട് വന്നു അവിടെ ഇരുന്ന് പഠിക്കാമെന്ന് എത്തി. അങ്ങനെ വെളിയിലിരുന്ന് കുറച്ച് നേരം പഠിച്ച് എക്കണോമിക്സ് ആണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ വെളിയിലിരുന്ന് കുറച്ച് നേരം പഠിച്ച് മഗ്‌രിബ് വരെ, അതായത് മഗ്‌രിബ് ബാങ്ക് വിളിക്കുന്നിടം വരെ വെളിയിലിരുന്ന് വായിച്ചു കേട്ടോ. ഞാൻ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വായിച്ചു നോക്കുക, കാണാം, പടം പഠിക്കാൻ പറ്റില്ലല്ലോ, വായിച്ചു നോക്കുക. അതിൻ്റെ ഇടയ്ക്കൂടെ പിള്ളേർ കളിക്കുന്നുണ്ട്, ഓരോന്ന് ചോദിക്കുന്നുണ്ട്, അതിനുത്തരം പറയണം. അങ്ങനെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിന് വാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ബുക്കും കൊണ്ടിരിക്കത്തില്ല, പോയി നിസ്കരിക്കും. കാരണം നമ്മൾ അപ്പോൾ നിസ്കരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി ഒതുങ്ങും അല്ലേ. അതുപോലെ തന്നെ നിസ്കാരം മാറ്റി വെക്കുന്നതോറും ബാക്കിയുള്ള കാര്യങ്ങൾ മാറിയിരിക്കും. അതായത് നേരത്തെ നടക്കത്തില്ല. അതേസമയം കറക്റ്റ് നിസ്കരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ടൈമിൽ നടക്കുകയും ചെയ്യും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അവിടെ വെച്ചതിന് ശേഷം പോയി നിസ്കരിച്ച് ഓതിയതിന് ശേഷം ഞാൻ കുറച്ച് സൂറത്തുകൾ, ഡെയിലി ഓതുന്ന സൂറത്തുകളുണ്ട്. അപ്പോൾ ആ സൂറത്തുകളൊക്കെ ഓതി നിസ്കരിച്ച് ശേഷം പിന്നെയും വന്നിരുന്ന് ക്ലാസ് എടുക്കുക കൂടാതെ ഞാൻ അതിൻ്റെ ഇടയ്ക്കൂടെ പഠിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 കാര്യങ്ങൾ നടക്കും. കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 4-5 ക്വസ്റ്റ്യൻസെങ്കിലും നമുക്കത് പഠിക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അത് എൻ്റേതായ രീതിയിലാണ്. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിൽ ഞാൻ പഠിക്കാനിരുന്നപ്പോഴും ഒരാൾ ഒരു കണക്കിന് സമ്മതിക്കത്തില്ല. 2 പേരും ഉറങ്ങാനായിട്ട് കയറിയതാ. ഇവിടെ കിടന്ന് നല്ല ബഹളമാണ്. ഇത് ഞാനപ്പോൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് കണ്ണടച്ച് ചുമ്മാതെ കിടക്കുകയാണ്, ഉറങ്ങിയിട്ടൊന്നുമില്ല. ചുമ്മാതെ 2 പേരും എന്നെ പറ്റിക്കാനായിട്ട് കണ്ണടച്ച് കിടക്കുകയാണ്. പിന്നീട് ഞാനിരുന്ന് പഠിച്ചപ്പോൾ എൻ്റെ കൂടെ വന്നിരുന്ന് ഈ പേപ്പറെല്ലാം വലിച്ചു കീറാൻ തുടങ്ങി. അതിൻ്റെ കൂടെ പശ എടുത്ത് ഒട്ടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഇളയ മോന് ഞാൻ കിടന്നാലേ അവന് ഉറങ്ങുകയുള്ളൂ. അപ്പോൾ ഞാൻ കയറി കിടക്കുമ്പോൾ ഫസ്റ്റ് ഉറങ്ങുന്നത് ഞാനായിരിക്കും. അപ്പോൾ ഈ രാത്രിയിൽ പഠിക്കാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴൊന്നും അത് നടക്കത്തില്ല. ഈവൻ ഉറങ്ങാതെ നമ്മളെ നോക്കിയിരിക്കും. അപ്പോൾ എനിക്കത് പറ്റത്തുമില്ല. ഞാൻ അവനെ ഉറക്കാനായിട്ട് കിടന്നാൽ ക്ഷീണം കൊണ്ട് ഫസ്റ്റ് ഉറങ്ങുന്നത് ഞാനായിരിക്കും. ആ ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്കിരുന്ന് പഠിക്കാനും പറ്റത്തില്ല. അല്ലെങ്കിൽ ഞാനും മോനും കൂടെ ഭയങ്കര വഴക്കാം. ഉറങ്ങുക എന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കണം. എന്നാലും അവൻ ഞാൻ വരുന്നിടം വരെ അവന് ഉറക്കം വന്നാലും അവനോട് എഴുന്നേറ്റ് കുത്തിയിരിക്കും. അവൻ്റെ ഇരുത്തം കാണുമ്പോഴും എന്നെ ശല്യം ചെയ്യുന്ന കാണുമ്പോഴും ഞാൻ അവസാനം ബുക്ക് മടക്കി വെച്ചിട്ട് അവൻ്റെ കൂടെ പോയി കിടക്കും. ഇതാണ് എൻ്റെ സ്ഥിരം പരിപാടി. അതുകൊണ്ട് രാത്രി ഇരുന്ന് പഠിക്കാമെന്ന് എഴുതിയാലും അത് നടക്കത്തില്ല. പകൽ ഇങ്ങനെയൊക്കെ പഠിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഏതായാലും ടൈപ്പിൻ്റെ എക്സാം കഴിയുന്നതിന് വരെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഞാനിങ്ങനെ പോവുകയാണ്. അതിനുശേഷം മാക്സിമം ഇതിനു വേണ്ടി തന്നെ സമയം കണ്ടെത്തി ഇതിൽ തന്നെ ഇരിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ച് പഠിച്ചിട്ടുണ്ട്. കുറേയൊക്കെ എൻ്റെതായ രീതിയിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് എളുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. കണ്ടോ, ഇളയാൾ ഇവിടെ ഇരുന്ന് കുരുത്തക്കേട് കാണിക്കുകയാണ്. ഒരാൾ ഉറങ്ങുകയും ചെയ്തു. അങ്ങനെ പഠിക്കുന്നതുകൊണ്ടായിട്ടോ അങ്ങനെ പൊതിച്ച് കിടക്കുന്നത്. അങ്ങനെ എന്നെ പഠിപ്പിക്കാതിരിക്കാൻ എൻ്റെ മോനിങ്ങനെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഇതെല്ലാം ത്യാഗം ചെയ്ത് വേണ്ടേ നമ്മളും പഠിക്കാനും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം. രാവിലെ എഴുന്നേൽക്കുന്നിടം മുതൽ രാത്രി വരെ ചെയ്ത കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറ്റുള്ളവരിലൊന്ന് എത്തിച്ചു കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.